സുരേന്ദ്രന് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ മാറ്റം വേണ്ടെന്ന് ദേശീയ നേതൃത്വം. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സിന്റെ മൊഴി. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. വാർത്തകൾ വിശദമായി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അടിയന്തരമായി മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട അടിയന്തര സാഹചര്യം നിലവിലില്ലെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ വേണ്ടെന്നും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ സംഘടനാ ഘടകങ്ങളിൽ ഉന്നയിക്കണമെന്നും വിഷയത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തനം ശക്തമാക്കാനും സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. അതേസമയം ഭിന്നതയുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതൃത്വം രഹസ്യമായി അന്വേഷണങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് രഹസ്യ പരിശോധനയെന്നാണ് വിവരം. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സ് സമ്മതിച്ചു. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചു എന്നുമാണ് അലക്സിന്റെ മൊഴി. നിലവിളി ശബ്ദം കേട്ടതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നും അലക്സ് കുറ്റസമ്മതം നടത്തി. അപകട സമയത്ത് അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അലക്സ്. സംഭവത്തിൽ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ 2 ദിവസത്തിനകം കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെയായിരുന്നു അപകടം. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി നാട്ടിക പെട്രോൾ പമ്പിനടുത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോകാറായ നിലയിലായിരുന്നു. കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം അറയ്ക്കവീട്ടിൽ 52 വയസ്സുള്ള അബ്ദുൾ ഗഫൂർ ആണ് മരിച്ചത്. 7 മാസം മുമ്പ് പെരിഞ്ഞനത്ത് വെച്ച് കാറിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. കാളമുറി തെക്കേ ബസ് സ്റ്റോപ്പിനടുത്ത് സൽമാൻ ബേക്കറി ഉടമയായിരുന്നു. ഗുരുവായൂരിൽ 20-ലധികം പവൻ കവർന്ന മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടെ 5 പേരിൽ നിന്നായാണ് ഇയാൾ 20-ലധികം പവൻ കവർന്നത്. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി നാട് കൈകോർക്കുന്നു. എറിയാട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ മുടവൻകാട്ടിൽ അസ്ബു മകൻ 27 വയസ്സുള്ള ആഷിഫിനാണ് വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ആഷിഫിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് 25 ലക്ഷം രൂപ ചിലവ് വരും. ഇതുവരുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതിലുമപ്പുറമാണ്. ഈ തുക സംഘടിപ്പിക്കാനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആഷിഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി സന്മനസ്സുള്ളവർ സഹായം നൽകണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ ഫൌസിയ ഷാജഹാൻ, ജനറൽ കൺവീനർ PS മുജീബ് റഹ്മാൻ, ഉണ്ണി പിക്കാസോ, TK സുൽഫിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ ഇനി ഇടവേളകളില്ലാതെ സംഗീതാർച്ചനകൾ നടക്കും. രാവിലെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിച്ച ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിച്ചു. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തവിൽ അടിയന്തര വിഭാഗം മംഗളം വായിച്ചതോടെ സംഗീതോത്സവത്തിന് തുടക്കമായി. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ഏകാദശി ദിവസമായ ഡിസംബർ 11-ന് സംഗീതോത്സവം സമാപിക്കും.
ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നിരുന്ന വസ്തിയെക്കുറിച്ചുള്ള സെമിനാർ നിരൂഹ 2024 സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ സ്ഥാപന മേധാവി ഡോക്ടർ UN സുധാകർ അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ VC ദീപ്, കേരള ആരോഗ്യ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ മനോജ് കുമാർ, ജയ്പൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ ഡോക്ടർ ഗോപേഷ് ശർമ്മ, ഡോക്ടർ സുധേഷ് N ഗൈധാനി, ഡോക്ടർ N തമിഴ്ശെൽവം എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് K. മനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീനായ പ്രൊഫസർ VJ തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ, NSS പ്രോഗ്രാം ഓഫീസർ K. ജയകുമാർ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. ഗ്രന്ഥശാല സംഘം സെക്രട്ടറി KK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് മേഖലാ സെക്രട്ടറി നിർമ്മൽ, സംസ്ഥാന നിർവാഹക സമിതി അംഗം മനോഹരൻ, സംസ്ഥാന പ്രസിഡന്റ് മീരാഭായ്, ലളിത ഹരിദാസ്, ശങ്കരനാരായണൻ, AK ശശിധരൻ, തോമസ് തരകൻ എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെയും ഗുണ്ടാ അക്രമങ്ങൾക്കെതിരെയും ജനകീയ പ്രതിരോധ സദസ്സ് നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ K. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ K. ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, രമണി പ്രേമദാസൻ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ രാമകൃഷ്ണൻ, ബിനു, മുൻ കൌൺസിലർ KV ജോസ്, KP ജോയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ശക്തിയൊക്കെ ഉണ്ട്. അതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഇനാമേച്ചി നാട്ടിൽ വന്ന് വിഷയം ഉണ്ടാക്കണ്ട. ഇവിടെ മാത്രമല്ല അത്. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിന്റെയും പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലയിലെ സ്കൂളുകൾക്കായി മത്സരം നടത്തിയത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവതി ശ്രീകുമാർ 1ാം സ്ഥാനവും, പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യ സോണി 2ാം സ്ഥാനവും, നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷാലു പോൾസൺ 3ാം സ്ഥാനവും നേടി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ A. അബീദ അധ്യക്ഷത വഹിച്ചു. പക്ഷാഘാതം ബാധിച്ച് കിടപ്പിലായ എടക്കഴിയൂർ സ്വദേശി കല്ലുവളപ്പിൽ നിഷാദിന് പ്രിയദർശിനി ജീവകാരുണ്യ സംഘടന ഇലക്ട്രിക് വീൽചെയർ നൽകി. ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ തഹസിൽദാർ CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി രക്ഷാധികാരി NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, പൊതുപ്രവർത്തകൻ AV അലിക്കുട്ടി, പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ MV ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. മുള്ളൂർക്കര മഹാജൂബിലി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ചാക്കോ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ഫാദർ പ്രകാശ് പുത്തൂർ, പഞ്ചായത്ത് മെമ്പർ MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 3, 5, 6, 7 തീയതികളിലായി കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേർന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. റവന്യൂ കലോത്സവം ഹരിതാഭമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ കുട്ടികൾ പേപ്പർ ഫയലുകളും തുണിസഞ്ചികളും വിത്ത് പേനകളും കലോത്സവ രജിസ്ട്രേഷൻ കമ്മിറ്റിക്ക് കൈമാറി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി, കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി പ്രേമൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സജീഷ്, കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A. മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പൂക്കാവ് ഹോളി ഫാമിലി CGHSSൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ദിനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാനൽ അംഗം അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ക്ലാസ് നയിച്ചു. NSS വോളണ്ടിയർ ലീഡർ അന്ന ഡോറ റെജി ഭരണഘടനാ ആമുഖം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്, NSS പ്രോഗ്രാം ഓഫീസർ സെസി ജോൺ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, TA അനറ്റ് എന്നിവർ നേതൃത്വം നൽകി.
തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 26 വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് യൂണിഫോം, ഭക്ഷണം തുടങ്ങിയവയ്ക്കായി ഓരോ വിദ്യാലയത്തിനും 40,000 രൂപ വീതം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളീച്ചയുടെ ആക്രമണം. 60 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിലായതോടെ കർഷകർ ആശങ്കയിൽ. നടിയിൽ കഴിഞ്ഞ് 50 ദിവസം വളർച്ചയെത്തിയ നെൽച്ചെടികളിലാണ് രോഗം പടർന്നു പിടിക്കുന്നത്. നെൽച്ചെടികളിൽ വെള്ളക്കൂമ്പ് വരികയും കതിരിടാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ഇതിനു പുറമെ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണവും ഇലകരിച്ചിൽ രോഗവും അനുഭവപ്പെടുന്നുണ്ട്. കൃഷി ഓഫീസർ AV വിജിതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. എരുമപ്പെട്ടിയിലെ വിവിധ പാടശേഖരങ്ങളിലും നെൽച്ചെടികളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. പാടങ്ങളിൽ നല്ലവണ്ണം കാളീച്ചയുടെ ആക്രമണം ഉണ്ട്. അപ്പം അതിന് കർഷകർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരുമപ്പെട്ടിയിലത്തെ പാടശേഖരങ്ങളിൽ നല്ലോണം ഓലചുരുട്ടിപ്പുഴുവിൻ്റെയും ബാക്ടീരിയൽ ഇലകരിച്ചിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീനെ ഇപ്പോൾ ഒന്ന് ലെറ്റർ മുഖാന്തരം അറിയിക്കുന്നുണ്ട്. അവിടുന്ന് സയൻറ്റിസ്റ്റുകളും കൂടി വന്നിട്ട് ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ഒരു കർഷകർക്ക് നിർദ്ദേശം നൽകുന്നതാണ്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 2 തവണ മരുന്നടിച്ചിട്ടും രോഗം പടരുന്നത് തടയാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കൃഷി ഓഫീസറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഓലചുരുട്ടിയും അതുപോലെ തന്നെ ഈ വെള്ളക്കൂമ്പെടുക്കുന്ന ഈ സ്ഥിതിയും മാറ്റമില്ലാണ്ട് തുടരുകയാണ്. അതുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതിന് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് കൃഷിക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് കർഷകർക്ക് ഉള്ള അഭിപ്രായം. 30 കർഷകരാണ് കരിയന്നൂർ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. നെൽകൃഷി ചുരുങ്ങി വരുന്ന കാലഘട്ടത്തിൽ കടം വാങ്ങുകയും പാട്ടത്തിനെടുത്ത വയലുകളിലുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്യുന്നത്. രോഗം തടയാൻ കഴിയാത്തത് വൻ കൃഷിനാശമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിലും പുഴുശല്യം ബാധിച്ചിട്ടുണ്ട്. 12 ഏക്കർ നെൽവയലിലാണ് രോഗം പടർന്നിട്ടുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചെങ്ങാലൂർ പാപ്പിനിപ്പാടത്തെ നെൽകർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത വിധം പന്തലിച്ചു നിന്ന മദിരാശി മരങ്ങൾ മുറിച്ചു തുടങ്ങി. പാപ്പിനിപ്പാടം നെല്ലുൽപാദക സംഘവും കർഷകയായ ആനി ഈനാശുവും നൽകിയ പരാതിയിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നത്. നെൽവയർ തണ്ണീർത്തട നിയമം വകുപ്പ് 13 പ്രകാരം ജില്ലാ കളക്ടറാണ് മരങ്ങൾ മുറിച്ചു നീക്കി പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവിറക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പാടത്തിന് ചുറ്റുമാണ് 4 വർഷം മുൻപ് മദിരാശി മരങ്ങൾ നട്ടതെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനെതിരെ കർഷകർ അന്നുമുതൽ പരാതിയുമായി രംഗത്തുണ്ടായിരുന്നു. പെട്ടെന്ന് വളർന്ന് പന്തലിച്ച മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞും വേരുകൾ ഇറങ്ങിയും സൂര്യപ്രകാശം ലഭിക്കാതെയും വന്നതോടെ കർഷകർക്ക് കനത്ത കൃഷിനാശമാണ് സംഭവിച്ചത്. 3 പൂ കൃഷിയിറക്കാൻ അനുയോജ്യമായ പാടത്ത് ഒരു തവണ പോലും കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനിടെ പാടത്ത് അനധികൃതമായി ചാലുകൾ തീർത്തതോടെ കൃഷിയാവശ്യത്തിനുള്ള യന്ത്രങ്ങൾ ഇറക്കാനും ബുദ്ധിമുട്ട് നേരിട്ടു. പ്രശ്നം രൂക്ഷമായതോടെ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറായ കൃഷി ഓഫീസർ സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രൂപമാറ്റം വരുത്തിയ പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിറക്കിയത്. എന്നാൽ വലിയ മരങ്ങൾ മുറിച്ചതൊഴിച്ചാൽ കീറിയ ചാലുകൾ നികത്തി നിലം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോ ചാലുകൾ കീറി തെങ്ങും കവുങ്ങുകളും വെച്ച് പാടത്തേക്കുള്ള വഴി മുടക്കിയത് ഒഴിവാക്കി പാടം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോ ഉടമ തയ്യാറായിട്ടില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ KK അനീഷ് കുമാർ പറഞ്ഞു. ഏകദേശം 4 വർഷം മുമ്പ് മദിരാശി മരങ്ങള് 3 പൂവും കൃഷി ചെയ്യുന്ന പാടത്തിന്റെ ഒത്ത നടുക്ക് വെക്കാണ്. തന്നെയല്ല, മദിരാശി മരങ്ങള് വെക്കുമ്പോ തോട് കീറി വാഴ വെച്ച് ഉള്ളിയിലെ മദിരാശി മരങ്ങൾ വെച്ച് ഒരു മകം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ 4 വർഷം കൊണ്ട് മദിരാശി മരങ്ങൾ വൻമരങ്ങളാവാണ്. ഞങ്ങൾ ചെയ്യുന്ന നെല്ലില് ഒന്നും വിളവ് കിട്ടണില്ല എന്ന് കൃഷിക്കാരൻ പരാതിപ്പെട്ടിട്ട് 4 വർഷത്തിന് ശേഷം ഇങ്ങനൊരു നടപടി എത്താൻ വേണ്ടിയിട്ട് കൃഷിക്കാര് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിന്റെ നവകേരള സദസ്സിൽ വരെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. വകുപ്പ് 13 പ്രകാരം നടപടിയെടുക്കുന്നതിന് 4 വർഷം വൈകിയത് മൂലം നെൽകർഷകർക്കുണ്ടായ നഷ്ടം കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൃഷി ചെയ്തിട്ട് 3 കൊല്ലത്തോളമായിട്ട് ഒന്നും കിട്ടില്ല. ഈ കൊല്ലം തീരെ കിട്ടില്ല, ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല. അപ്പം അതിൽ വലിയൊരു നഷ്ടം ഞങ്ങൾക്കുണ്ട്. ഈ മരത്തിൻ്റെ വേരിറങ്ങിയ കാരണം കൊണ്ട് പൂട്ടാൻ പറ്റില്ല, വണ്ടി ഒന്നിനും ചെയ്യാൻ പറ്റാത്ത, വെള്ളം കിടക്കാൻ പറ്റാണ്ട് കാന കീറിയതുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് നികത്തി തരണം. TCV ന്യൂസ്, പുതുക്കാട്.
മുറ്റിച്ചൂർ പാലത്തിന്റെ താഴെയുള്ള സ്ഥലം ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അന്തിക്കാട് പഞ്ചായത്ത് സ്ഥലമേറ്റെടുത്ത് PWDക്ക് കൈമാറിയ ഇവിടം 25 മീറ്ററോളം നീളത്തിലും 15 മീറ്ററോളം വീതിയിലുമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥലത്ത് കുട്ടികൾക്കുള്ള പാർക്കും ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയാൽ പ്രദേശത്തിന്റെ വികസനത്തിലേക്കുള്ള പുതിയ കാൽവയ്പാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മുറ്റിച്ചൂര് പാലത്തിന്റെ താഴേക്ക് 25 മീറ്റർ നീളവും 15 മീറ്റർ വീതിയിലുമുള്ള ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതൊരു കുട്ടികളുടെ പാർക്കായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ടിക്കറ്റൊക്കെ വെച്ച് അധികാരികൾ ശ്രദ്ധിക്കുന്നതാണ്. നെഹ്റു പാർക്ക് പോലെ നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല ജനങ്ങൾക്കും ഉപകാരപ്പെടും. കുട്ടികളും ഒരുപാട് സ്കൂളുകൾ അടുത്തുണ്ട്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാൻ സാധിക്കും. കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, പുഴയിൽ ബോട്ടിംഗ്, കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, ഫുഡ് കഫേ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇവിടം പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം നൽകി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും MLA, മന്ത്രി തുടങ്ങിയവർക്കും സമർപ്പിച്ചെങ്കിലും പ്രളയവും കോവിഡും മൂലം ഫലപ്രാപ്തി ഉണ്ടായില്ലെന്ന് മുൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ പറഞ്ഞു. ഓപ്പൺ പാർക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ പാലത്തിൽ നടക്കാൻ വരുന്നുണ്ട്. അവർ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം, പുഴയെ ഉപയോഗപ്പെടുത്തിയിട്ട് ബോട്ടിങ്, അങ്ങനെയുള്ള കയാക്കിംഗ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു പൊതു ഏരിയ എന്ന നിലയിൽ നമ്മൾ മുന്നൊരു തയ്യാറാക്കി സർക്കാരിലേക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അന്നത്തെ MLA, മന്ത്രി അങ്ങനെ എല്ലാവരും കൊടുത്തിരുന്നു. പിന്നീട് അന്ന് ഏറ്റവും കൂടുതൽ പ്രളയവും കോവിഡും ഒക്കെ ഉള്ള കാലഘട്ടമായിരുന്നുകൊണ്ട് അന്ന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. സ്ഥലം MLA CC മുകുന്ദന്റെ ഇടപെടൽ ഉണ്ടായാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080, പവന് 56,640. വെള്ളി ഗ്രാമിന് 96, പ്ലാറ്റിനം ഗ്രാമിന് 3239 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കെ സുരേന്ദ്രന് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ മാറ്റം വേണ്ടെന്ന് ദേശീയ നേതൃത്വം. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതം. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സിന്റെ മൊഴി. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.